UK കുമാരൻ എവിടെയാ ഷഹീദായെന്ന് അറിയാം? കള്ള് ഷാപ്പിലാണ്. UK കുമാരനാണ് സഖാബ് ഷഹീദ് അല്ലേ? ഈ സഖാബ് ഷഹീദ് മരിക്കണത് ജനുവരി 5-നാണ്. കലാപം ഡിസംബർ 31 കഴിയുന്നുണ്ട്. കഴിഞ്ഞ വിവരം ആരറിഞ്ഞിട്ടില്ല, ഷഹീദ് അറിഞ്ഞിട്ടില്ല. ഷഹീദ് കള്ളു കുടിക്കാൻ പോയി, അവിടെ ആരോട് തർക്കണ്ടായിട്ട് അങ്ങനെ ഷഹീദായതാണ്. ഈ UK കുമാരൻ എന്ന് പറയുന്ന കള്ളുകുടിയനെയാണ് മുസ്ലിം സമുദായത്തിൻ്റെ രക്ഷകനായിട്ട് പിണറായി വിജയൻ അടക്കമുള്ളവർ രാജ്യത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയോ, വിധേയത്തിൽ കമ്മീഷൻ പറയുന്നത് എന്താ വെച്ചാൽ 33 പള്ളികൾ തകർത്തു. ചെറിയ ദിവസങ്ങളാണ് കേട്ടോ. ഞാനതാ പറയുന്നത്, ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്യരുത്, ഒന്ന് പോയിട്ട് അന്വേഷിക്കും. 33 പള്ളി. ഇത് ഷാജി പറയണല്ല, വിധേയത്തിൽ കമ്മീഷനിൽ പറഞ്ഞാണ്. അതിൽ 15 പള്ളികൾ ഉള്ളയിടത്ത് 1 കിലോമീറ്റർ ദൂരത്തിൽ പോലും ഒരു പൊടിക്ക് പോലും RSSകാരനില്ല. പിന്നെ എങ്ങനെയാ പള്ളി തകരുക? ഇനി ഒന്ന് വേറെ ചോദിക്കട്ടെ, സഖാവ് പിണറായി വിജയന് പിണറായി പാറ അറിയാലോ? പിണറായി പാറയിൽ ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളി പൊളിക്കുന്നത് ഡിസംബർ 30 അർദ്ധരാത്രിയായി. പള്ളി പൊളിക്കാൻ ഇന്നത്തെ പോലെ ലൈറ്റ് ഒന്നിട്ട് പൊളിക്കാൻ പറ്റില്ലല്ലോ. ചൂട്ടും വെട്ടുമ്പോ കൈക്കന്നെ കൊണ്ടുപോകുന്നു കരുതിയിട്ട് 30 നിർത്തിവെച്ച് ഡിസംബർ 31 ശാന്തി സമാധാനം വരുന്നതിന് മുമ്പ് ആ പള്ളി പൊളിച്ചു തീർത്തു. പറയുന്നത് ഷാജി അല്ല, വിധേയത്തിൽ കമ്മീഷനാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അത് മാത്രം തീരുന്നില്ല, അവിടെ ഒരു പ്രതിയുണ്ട്, പേര് കുമാരൻ, സഖാബ് കുമാരൻ. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ സഹോദരനാ. അറിയാം നിങ്ങൾ ഈ പൂവിട്ട് പൂജിച്ച് കൊണ്ടു നടക്കണ ഈ സാധനം ഉണ്ടല്ലോ, ഇരട്ട ചങ്കുണ്ടെന്ന് നുണ പറയണ, ഒറ്റ ചങ്ക് പോലും ഇല്ലാത്ത നടുപ്പുറത്ത് RSSന്റെ മുമ്പിൽ വളച്ചു വെക്കുന്ന നട്ടല് മാത്രമല്ല എൻ്റെ പിണറായി വിജയനല്ലേ, അയാളുടെ സഹോദരൻ പ്രതിയാത്രേ ഈ പള്ളിപൊളിയിൽ, പിണറായി പാറപ്പുറത്തെ പള്ളിപൊളിയിൽ. എന്നിട്ട് താനൂർ വന്നിട്ട് പറയാണ്, നിങ്ങൾക്കറിയാം, ഞാൻ കണ്ണോണ്ട് കണ്ടിട്ടുണ്ട്. ചോദിച്ചോ നിങ്ങൾ, തളിപ്പറമ്പിൽ CPM ആക്രമിച്ച വീട്, ആ വീട്ടിൽ സ്പാനർ ഉപയോഗിച്ചിട്ട് ക്ലോസറ്റ് അഴിച്ചുകൊണ്ടുപോയി. അമ്മാതിരി കള്ളത്തരം. ഒരു ആക്സിഡൻ്റലി ഒരു കലാപം ഉണ്ടായാൽ എന്താ ചെയ്യുക? അടിച്ചു പൊളിക്കലല്ലേ? അങ്ങനല്ലേ സംഭവിക്കുക? ഇത് അടിയും പൊളിയൊക്കെ പിന്നെ ഊരാവുന്ന സകല സാധനം ഊരിക്കൊണ്ടുപോയിട്ട്, ക്ലോസറ്റ് അടക്കം ഇത് ഊരിക്കൊണ്ടുപോയിട്ടാണ് ഈ സഖാക്കൾ കലാപം നടത്തിയത്. ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ്. നിങ്ങൾ അല്ലെങ്കിൽ ചോദിക്കുക, ഞാൻ പറഞ്ഞില്ലേ, ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് നേരം വേണ്ട, പോയി ചോദിക്കും. നാളെ രാവിലെ തളിപ്പറമ്പിൽ പോ, തലശ്ശേരിയിൽ പോ, നിങ്ങൾ കാണും. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി മലപ്പുറത്ത് മുസ്ലിങ്ങളെ തമ്മിൽ തല്ലിച്ച് മുതലെടുക്കാൻ ശ്രമിക്കുമ്പോൾ വടകര താലൂക്കിലും കണ്ണൂർ പ്രാന്തപ്രദേശങ്ങളിലും മറ്റു സമുദായങ്ങൾക്കിടയിൽ മുസ്ലിം വിരുദ്ധത കത്തിച്ച് അത് മുതലെടുക്കുകയാണ്. എന്നിട്ട് മുസ്ലിങ്ങളുടെ കൂടെ നിർത്താൻ. ഇപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. എന്താ അറിയാം, ബീഫ് വലത്തിയാലൊന്നും ഇനി മുസ്ലിങ്ങളെ കിട്ടൂല. സദ്ദാം ഹുസൈനെ പറഞ്ഞ് കിട്ടുന്ന കാലം കഴിഞ്ഞു. ഗസ പറഞ്ഞാൽ കിട്ടൂല. അത് 2-3 ഉപതെരഞ്ഞെടുപ്പൊക്കെ വന്നപ്പോൾ മലപ്പുറത്തും ഇവിടെയും നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ബോധ്യായി. ഇപ്പം അവർക്ക് മനസ്സിലായി, മുസ്ലിങ്ങളെ എതിർത്താൽ എവിടെ നിന്നൊക്കെയോ ചില വോട്ട് ഓഫറുകൾ ഉണ്ട്. ഇപ്പോഴത്തെ പ്രശ്നം അതാണ്. അത് ഞാൻ കേവലം RSS അജണ്ട എന്ന് മാത്രം പറഞ്ഞു ചുരുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിൽ അജണ്ടകളുണ്ട്. നിങ്ങളെല്ലാവരും സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കേണ്ടുന്ന കാലമാണ്. അതുകൊണ്ട് പറയുകയാണ്, വലിയ അജണ്ടകളുണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്താൽ, മുസ്ലിം കമ്മ്യൂണിറ്റി ഈ നിലവിൽ എത്തിയതിന് പിറകിൽ ഒരുപാട് അധ്വാനമുണ്ട്. ലീഗ് മാത്രമൊന്നല്ല, എല്ലാവരും എത്ര കഷ്ടപ്പാട്. ഒന്ന് പോയി നോക്ക്. ആടുജീവിതമൊക്കെ വെറുതെ ഉണ്ടായതല്ല. അവൻ്റെ അധ്വാനം, കഷ്ടപ്പാട്, പ്രയാസം. നിങ്ങൾ അവരെ വിലയിരുത്തുന്നത് വേറെ ചില അർത്ഥത്തിലാണ്. VS അച്യുതാനന്ദൻ അറിയാതെ പറഞ്ഞുപോയി, ഇത് മാപ്പിളസ്ഥാനാക്കാൻ പോവാണ്. നിങ്ങൾ എന്തിനാണ് ഈ അനാവശ്യമായ ഈ വെറുപ്പിനെ ഇങ്ങനെ RSSനെ പോലും നാണിപ്പിക്കുന്ന വിധത്തിൽ ഉണ്ടാക്കുന്നത്? ഇതിൽ അജണ്ടയുണ്ട് സഖാക്കളെ. ഇത് വെറുതെയല്ല. ഇവിടെ വന്ന് പിണറായി വിജയൻ പറഞ്ഞല്ലോ, ഈ താനൂർ വന്നിട്ട് കുഞ്ഞാലി സാഹിബ് മറുപടി പറഞ്ഞു. പറയേണ്ട സ്ഥലം തന്നെയാണ്. ഇവിടുന്ന് പിണറായി വിജയൻ പറയാൻ, ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുണ്ടാക്കിയാൽ, SDPIയുടെ കൂടെ പോയാൽ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും തങ്ങളെ. സാദിഖ് തങ്ങളോട് എന്തൊക്കെ കൊടുക്കേണ്ട വില കൂടെ കടന്നവരെന്ന് പറഞ്ഞാൽ മതി. നമുക്കറിയില്ലല്ലോ. നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾക്കല്ലേ അത് അറിയുള്ളൂ. നിങ്ങളല്ലേ താനൂരിൽ മാത്രമല്ല കൂടെ കടന്നവർ നിങ്ങളല്ലേ.
ഈ പിണറായി വിജയന്റെ നാവ് കൊണ്ട് തന്നെ പറഞ്ഞതിൻ്റെ വീഡിയോ ഉണ്ടല്ലോ ഇവിടെ. ജമാഅത്തിന്റെ കൂടെ പോയാൽ എന്തൊക്കെയാ ബുദ്ധിമുട്ടെന്ന് സഖാക്കളൊന്ന് പറഞ്ഞതാ. കാരണം അനുഭവം ഗുരു. നിങ്ങൾക്ക് അത് ബോധ്യമുള്ളത്. ഞാൻ ജമാഅത്തെ ഇസ്ലാമിക്കാരോട് SDPIക്കാരോടൊക്കെ പറയട്ടെ, നിങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ ഫൈറ്റൊന്നല്ല, വമ്പിച്ച ഫൈറ്റാണ്. പക്ഷേ ഞങ്ങൾ ഇരുട്ടിൻ്റെ മറയിൽ തലയിൽ മുണ്ടൂട്ട് വന്നിട്ട് എന്നോട് വോട്ട് ചോദിക്കുന്ന പണി ചെയ്തിട്ടില്ല. മനസ്സിലായിക്കോ നിങ്ങൾ. നിൻ്റെ വോട്ട് വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ലീഗിൻ്റെ തീരുമാനമൊന്നുമല്ല. ഞാൻ യൂത്ത് ലീഗിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞങ്ങളിങ്ങനെ പറയുന്നതിൻ്റെ പേരിൽ കുട്ടികൾ അടികൊള്ളുമ്പോൾ ഗഫൂറൊക്കെ ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾ ഒരുമിച്ച് യുദ്ധം ചെയ്യുന്ന സമയമാണ്. അതുകൊണ്ട് ഞാൻ പോയിട്ട് ഇതൊക്കെ വാങ്ങുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് വേണ്ട, അവൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ SDPIക്കാരാ, ജമാഅത്തെ ഇസ്ലാമിക്കാരാ. അതൊരു മാന്യതയുടെ പ്രശ്നമാണ്. നിങ്ങൾ കളിക്കുമ്പോൾ മാന്യന്മാരോട് കളിക്കാൻ ശ്രമിക്കുക ദയവ് ചെയ്തിട്ട്. അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും നിങ്ങൾ ഇതൊക്കെ വാങ്ങി തിന്ന് നക്കിയിട്ട് ഉളുപ്പില്ലാതെ പൊതുമധ്യത്തിൽ വന്നിട്ട് ഈ വൃത്തികേട് പറയും, കേട്ടിക്കേണ്ടി വരും. പിന്നെ പത്രസമ്മേളനം നടത്തിയിട്ട് അല്ലോ എന്ന് കരണ്ട് കാര്യമൊന്നുമില്ല, കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ കളിച്ചത് മാന്യതയില്ലാത്തവരോടാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഡിബേറ്റിന് ഒരുക്കാണെങ്കിൽ ഞാൻ പരസ്യമായ സംവാദത്തിനും ഡിബേറ്റിനും തയ്യാറാണെന്ന് പറഞ്ഞോണ്ട് പറയട്ടെ. മലപ്പുറം ജില്ലയിൽ 70-ലധികം സീറ്റുകളിൽ പഞ്ചായത്തുകളിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി നിങ്ങൾ രാഷ്ട്രീയ സഖ്യമുണ്ടാക്കിയത് തിരുവനന്തപുരത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരിയുടെ ഫ്ലാറ്റിനകത്തു നിന്നാണ്. വിശ്വസിക്കുമോ? തെളിവ് ഞാൻ തരാം നിങ്ങൾ വരുമെങ്കിൽ. ഇനി മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ. ഇതാ കുറേ പറയണില്ല. കൂട്ടിലങ്ങാടി പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലല്ലേ? ഇവിടെ എത്ര ദൂരം ഉണ്ടാവും? ഇവിടെ അടുത്ത നിങ്ങളുടെ ജില്ലയിലല്ലേ? ആ കൂട്ടിലങ്ങാടി പഞ്ചായത്ത്. ആ കൂട്ടിലങ്ങാടി പഞ്ചായത്ത് ഇപ്പുണ്ട്. ആ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് EC ഹംസയ്ക്ക് ഇപ്പുണ്ട്. ആ പഞ്ചായത്തിലെ EC ഹംസ എന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇടോ ജമാഅത്തെ ഇസ്ലാമിയാണ്. അപ്പോഴും മാറിയിട്ടൊന്നുമില്ല. അപ്പോൾ പ്രസിഡന്റ് ആരാ? CPM ആണ്. നിങ്ങളാണ്. നിങ്ങൾ എന്നിട്ട് ഞങ്ങളെ പഠിപ്പിക്കുകയാണ്. ഏത് ഇങ്ങനെ? ഞാൻ ചോദിക്കണത്, നിങ്ങളിപ്പോൾ ചെയ്യുന്നൊരു പണിയുണ്ടല്ലോ, ആ പണി കേവലമായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ മാത്രമല്ല, മറിച്ച് നിങ്ങൾ ജമാഅത്തിനെ പറയുക വഴി, SDPIയെ പറയുക വഴി, അതൊരു രാഷ്ട്രീയമായ ലക്ഷ്യമല്ല. ഞങ്ങൾക്കതറിയാം. മറിച്ച് അതൊരു ഒറ്റുകൊടുക്കലാണ് ഇപ്പോൾ. കാരണം ജമാഅത്തെ ഇസ്ലാമിയും SDPIയൊക്കെ തമ്മിൽ ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസം വലിയ രസമുണ്ട്. ഒരു പിന്നെ എന്താണ് ഒരു ചങ്ങാതി എഴുതി വമ്പിച്ച എഴുത്ത് ഷാജിക്കെതിരെ ജമാഅത്തിനെതിരെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഭയങ്കരമാണ്. ഗഫൂറിൻ്റെ നാട്ടുകാരൻ. ഞാൻ ഞെട്ടിത്തെരിച്ചു പോയി. എന്തൊരു ചോദ്യം. എൻ്റെ ചങ്ങായി ഞങ്ങൾ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ട്. ആ നിലപാടിൽ ഇപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഒരഭിപ്രായ വ്യത്യാസമില്ല. കാരണം എന്താ അറിയോ? ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസത്തോടെ നിന്നിട്ടല്ലാതെ ഒരു തരത്തിലും അതിനെ കീഴടങ്ങിയിട്ട് നിൽക്കുന്ന പാർട്ടിയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നല്ല. പിന്നെ സൗഹൃദ കൂട്ടായ്മയാണോ? പറഞ്ഞോ. ഈ കാലത്ത് 2025 നിങ്ങൾ എതിർക്കേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദവുമായി ബന്ധപ്പെട്ട വിഷയമാണോ? SDPI ആണോ? എൻ്റെ ചീട്ടൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ എതിർത്തോരാണ്. ആ എതിർക്കാൻ ചോര പോലും ചിന്തിയവരാണ്. എന്നാലും പറയാം, ഇന്നതല്ല വിഷയം. രാജ്യം വിടുങ്ങാൻ ഫാഷിസ്റ്റുകൾ വരുമ്പോൾ ഇന്ത്യയുടെ തെരുവുകൾ മുഴുവൻ പള്ളിയുടെ അടിയിൽ അവിടെ ശിവലിംഗമുണ്ടെന്ന് വിഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് പള്ളികൾ തകർക്കാൻ മാർച്ച് നടത്തുമ്പോൾ, വെടിവെപ്പിൽ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വെറുപ്പ് മാത്രം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മുസ്ലിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ, അവരെ നിരവധി കേസുകളിൽ കുടുക്കി ജയിലിന്റെ ഇരുട്ടറയിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്ന ഈ ഫാഷിസ്റ്റ് കാലത്ത് ജമാഅത്തെ ഇസ്ലാമി വിരുദ്ധ പ്രസംഗവും SDPI വിശദീകരണവും അല്ല വേണ്ടത്. ഒരു കാര്യം സഖാവ് പിണറായി വിജയൻ അടക്കം മനസ്സിലായിക്കോ. നിങ്ങളിങ്ങനെ പറയുന്നതിനനുസരിച്ചിട്ട് ഞങ്ങൾ മൈക്ക് കിട്ടുക, എന്നിട്ട് 4 ചീത്ത SDPIയെ എന്നിട്ട് ചോദിക്കുക തൃപ്തിയായില്ലേ? അപ്പോൾ പറയണ്ട് നിങ്ങളെന്താ ജമാഅത്തിനെ കുറിച്ച് പറയാത്തത്? അപ്പോൾ അടുത്ത യോഗം ജമാഅത്തെ പോയി പണി നോക്കണോ? നിങ്ങൾ പറയുമ്പോൾ പ്രസംഗിക്കാനും നിങ്ങൾക്ക് വേണ്ടി നിലപാട് പറയാനും നിങ്ങൾ വേറെ ആളെ നോക്ക്. ഞങ്ങൾ പറയും, ഞങ്ങൾക്ക് ഒരുത്തൻ്റെ ഷീറ്റ് വേണ്ട. ഈ സാമൂഹ്യ പ്രതലത്തിൽ ഇവിടുത്തെ സകല മതവിശ്വാസികളുടെയും പിന്തുണ വാങ്ങി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ വിശ്വാസ്യത കൊണ്ട് തന്നെയാണ്.